ഹായ്, ഇന്നത്തെ തോരൻ ഈ സാധനമാണേ. ഇതിൻ്റെ പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഇതിന് കുറേ പേരുണ്ട്, പല പല പേരുണ്ട്. ഒരു പേര് കേൾക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും ചിരി വരും. കുണ്ടിക്കുമ്പളങ്ങ, അങ്ങനെ ഒരു പേര് ഞാനിങ്ങനെ ഈ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഇതിന് പറയുന്ന പേരെന്താ, ചൗ സ്വച്ചക്ക, അങ്ങനെയൊക്കെ പറയുന്ന വേറെ പേരുമുണ്ട്. ഈ കുണ്ടിക്കുമ്പളങ്ങ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എപ്പോഴും ചിരി വരും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തോരൻ വെക്കാം. അതിനുവേണ്ടി ആദ്യം ഇതിൻ്റെ തൊലി ഒന്ന് കളയട്ടെ. തൊലി നല്ലപോലെ, ഇത് ഇച്ചിരി മേടിച്ച് വെച്ചിട്ട് ഒരു 3-4 ദിവസമായി. അതുകൊണ്ടാണ് ഇതിനൊരു ചെറിയൊരു പാട് പോലെയൊക്കെ തോന്നുന്നു. പക്ഷേ അതിന് ചീത്തയായിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ താഴ്വശത്തൊരു മഞ്ഞ കളർ പോലെ കാണുന്നത് കേടൊന്നുമല്ല കേട്ടോ. എന്തായാലും ഞാൻ ഒരാഴ്ചയായെന്ന് തോന്നുന്നു മേടിച്ച് വെച്ചിട്ട്. ഇതിൻ്റെ തൊലിയൊന്നും നല്ലപോലെ കളയട്ടെ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്ന് കണ്ടോ, അവിടെ നിന്നാണ് ഇതിൻ്റെ മുള വരുന്നത്. ഇതിങ്ങനെ തന്നെയാണ് നടുന്നത് കേട്ടോ, അല്ലാതെ ഇതിൻ്റെ വിത്തൊന്നും എടുത്തല്ല. ഇതിങ്ങനെ കുറച്ച് ദിവസം, ഇത് ഒരുമാതിരി പിഞ്ചാണേ. ഇത് മൂത്തത് ഇതുപോലെ തന്നെ വെച്ചിരുന്നാൽ ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് മുള വരും. അങ്ങനെ തന്നെ നടുക ചെയ്യുന്നത്. അങ്ങനെ ഉള്ളത് മുളച്ചിരിക്കുന്നതും ഞാൻ കടയിൽ കണ്ടിട്ടുണ്ട്. ഇത് പിഞ്ചായതുകൊണ്ട് ഇത് വെച്ചാലും അങ്ങനെ മുളയ്ക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാങ്ങേണ്ടി പോലെ ഒരു വിത്തുണ്ട്, പക്ഷേ ഇത് പിഞ്ചാണ്. നമുക്ക് ഇത് മുറിക്കുമ്പം കാണാം. ഇതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞ്, ഇതിനൊരു തൊലി എത്തുമ്പോൾ ഒരു കറ പോലെയുണ്ട്, അത് കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി എന്നെടുക്കട്ടെ. അപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് കുണ്ടിക്കുമ്പളങ്ങ ചെത്തി കഴുകി അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചൗച്ചവ് അല്ലെങ്കിൽ സ്വച്ചയ്ക്ക ഞാൻ ചെത്തി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഞാനിത് നടുവേ ഒന്ന് പിളർന്നെടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മാങ്ങാണ്ടി പോലത്തെ സാധനമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, അത് നടുക്കൊരു മഞ്ഞ കളർ പോലെ വന്നു. അത് കേടൊന്നുമല്ല, അതൊന്ന് ചെത്തിക്കളഞ്ഞേക്കാം. എന്നിട്ട് നമുക്കിത് മുറിച്ച് അരിഞ്ഞെടുക്കാവേ. ഇത് തോരൻ വെക്കുന്നത് കപ്പളങ്ങയൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ചൊരയ്ക്ക തോരൻ വെക്കുന്ന ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെയാണ്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കുരു. മാങ്ങാണ്ടി പോലെ, മാങ്ങ മൂക്കുന്നതിന് മുമ്പുള്ള വിളയാത്ത മാങ്ങയുടെ മാങ്ങാണ്ടി പോലെ ഇരിക്കും കേട്ടോ. ഇത് ഇതിനകത്ത് തന്നെ ഇരുന്ന് മുളച്ച് വരും കേട്ടോ. അങ്ങനെയാണ് ഇതുപോലെ തന്നെയാണ് ഇത് നടേണ്ടത്. ഈ കായോട് കൂടിയാണ് ഇത് നടേണ്ടത് കേട്ടോ. ഇവിടെ നാട്ടിലാരും ഇതുണ്ടാക്കുന്ന ഇതിൻ്റെ കായൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു വിളഞ്ഞ ഒരെണ്ണം കിട്ടുവാണെങ്കിൽ നട്ട് നോക്കാം. എന്നിട്ട് ഇനി ഇതിങ്ങനെ കൊത്തി അരിയണം. കപ്പളങ്ങായും ചൊരക്കായും ഒക്കെ കൊത്തി അരിഞ്ഞെടുത്തതുപോലെ നമുക്ക് ഇതും കൊത്തി അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ ഞാനിതെല്ലാം കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്നത് കണ്ട കപ്പളങ്ങ അരിഞ്ഞു വെച്ചേക്കുന്ന എന്നേ തോന്നത്തുള്ളൂ. കപ്പളങ്ങ എന്ന് പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ. പപ്പായ, ഓമയ്ക്ക എന്നൊക്കെ പറയുന്ന, പപ്പയ്ക്ക എന്നൊക്കെ പറയുന്ന നമ്മുടെ നാടൻ പച്ചക്കറി കപ്പളങ്ങ, അത് അരിഞ്ഞു വെച്ചേക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. അങ്ങനെ ഞാനിത് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് തോരൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിത് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മുളക്, കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്, വെള്ള നിറത്തിലുള്ള കാന്താരി മുളക്. അത് ഞാനിപ്പോൾ ഇത് ചതച്ച് ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി ചേർക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് അരിഞ്ഞ് ചേർക്കുവാണേ. മുളകും ഉള്ളിയും എല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് ചേർക്കാം. ഈ കാന്താരി മുളകൊന്ന് അരിഞ്ഞെടുക്കട്ടെ. കാന്താരി മുളക് അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ അരിഞ്ഞ് ചേർക്കുന്നത് സവോളയാണ്. ചുമന്നുള്ളി, ചെറിയുള്ളി ഇല്ലേ, അതാണ് നല്ലത്. ഇപ്പോൾ ചുമന്നുള്ളി പൊളിക്കാനുള്ള പൊടിക്ക് ഞാനൊരു ചെറിയ
സവോള എടുത്ത് അത് അരിഞ്ഞ് ചേർക്കുവാണേ. തേങ്ങ ചിരണ്ടിയതും ഉള്ളിയും മുളകും അരിഞ്ഞതും കൂടെ നമുക്ക് ഈ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചൗച്ചൗവിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാവേ. ചൗച്ചൗ അല്ലെങ്കിൽ സച്ചക്ക അല്ലെങ്കിൽ കുണ്ടിക്കുമ്പളങ്ങ. അതിനകത്തോട്ട് തോരൻ ആവശ്യത്തിനുള്ള തേങ്ങ, ഉള്ളി, മുളക് ഇത്ര ഇട്ടു. ഇനി ചേർക്കാനുള്ളത്, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഏത് ചട്ടിയിലാണോ തോരൻ വെക്കാൻ പോകുന്നത് ആ ചട്ടിയിലോട്ട് മാറ്റാമേ. ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ചട്ടിയിലോട്ടൊന്ന് മാറ്റട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കൈകൊണ്ടാണ് നല്ലപോലെ ഇളക്കിയെടുക്കുന്നത്. കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തേങ്ങ, ഉള്ളി, മുളക്, ഉപ്പ്, മഞ്ഞൾ ഇതെല്ലാം കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി പിടിക്കുന്ന പോലെ നല്ലപോലെ കൈകൊണ്ടൊന്ന് ഇളക്കി ചേർക്കാം. അതിനുശേഷം നമുക്കിത് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇതിനകത്ത് നല്ല വെള്ളമയം ഉള്ളതാണ്. അതുകൊണ്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. ചെറുതീയിൽ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ച് വേവിക്കാൻ നിന്നാൽ ഒത്തിരി അങ്ങ് വെള്ളമായി കുഴഞ്ഞു പോവും. ഇതിപ്പോൾ നല്ലപോലെ നല്ല തോരനായിട്ട് കിട്ടാൻ വേണ്ടി വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തോരൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ചെറുതീയിലാണ് വെച്ചേക്കുന്ന, അടച്ചു വെച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതിയേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി, ചെറുതായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിടാം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഇത് അടുപ്പേ വെച്ചിട്ട് പോകരുതേ. പോയി കഴിഞ്ഞാൽ കരിഞ്ഞ് അടി പിടിക്കും. ഇങ്ങനെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റൊക്കെ കൂടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിനങ്ങനെ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ആവി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇതിൽ വെള്ളമയം ഉള്ളത് കൊണ്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം ഒന്ന് തോർന്ന് വരുന്നിടം വരെ ഇളക്കി നമ്മൾ തോർത്തിയെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ലപോലെ ആവി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ തോരൻ റെഡിയാകും. അപ്പം നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി തോർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് കടുകൊന്നും പൊട്ടിക്കുന്നില്ല. 1 സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ കടുകൊന്നും പൊട്ടിക്കാതെയാണ് ആദ്യം വെച്ച്. ആദ്യം കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ പച്ചക്കറി ഇടുന്നതെങ്കിൽ പിന്നെ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, തീ ഓഫ് ചെയ്ത് മൂടി വെച്ചു. ഇനി നമ്മുടെ തോരൻ റെഡിയാണ്. ഇച്ചിരി കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി, എണ്ണ ഒഴിച്ചതല്ലേ, ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ള കുണ്ടിക്കുമ്പളങ്ങ തോരൻ റെഡി. അല്ലെങ്കിൽ ചൗച്ചൗ അല്ലെങ്കിൽ സച്ചയ്ക്ക തോരൻ റെഡിയാണ്. ഏകദേശം കപ്പളങ്ങ തോരൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ തോരനൊക്കെ ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇത് പരിപ്പിട്ടും വെക്കാം. പരിപ്പിട്ട് ചാറ് കറിയായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ആരും മറന്നു പോകല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. കണ്ടോ, ഞാനൊന്ന് തുറന്ന് ഇളക്കുവാണേ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചതല്ലായിരുന്നോ. ചില നേരം കഴിഞ്ഞപ്പോൾ തുറന്ന് ഇളക്കി തോരൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇങ്ങനത്തെ തോരനുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബായ്.